നമ്മളിൽ ഭൂരിഭാഗം പേരും ദിവസവും മണിക്കൂറുകളോളം ഉപയോഗിക്കുന്ന ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും മാതൃ കമ്പനിയായ മെറ്റയ്ക്ക് അമേരിക്കയിൽ നിന്ന് ഒരു വൻ പ്രഹരം കിട്ടിയിരിക്കുകയാണ്. കുട്ടികളുടെ മെന്റൽ ഹെൽത്ത് തകർത്തതിനും അവരെ ആപ്പുകൾക്ക് അടിമകളാക്കിയതിനും ഓൺലൈൻ ചൂഷണങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടതിനും മെറ്റയ്ക്ക് $567 മില്യൺ, അതായത് ഏകദേശം 4700 കോടിയിലധികം രൂപ പിഴ വിധിച്ച് US കോടതി. ഒരു ഫാക്ടറി പുക പുറന്തള്ളി അന്തരീക്ഷം മലിനമാക്കുന്നത് പോലെയാണ് മെറ്റയുടെ ആപ്പുകൾ കുട്ടികളുടെ മനസ്സ് മലിനമാക്കുന്നത് എന്നാണ് വിധി പ്രസ്താവിച്ചുകൊണ്ട് അമേരിക്കൻ ജഡ്ജി തുറന്നടിച്ചത്. എന്താണ് ഈ ലാൻഡ്മാർക്ക് കേസിന് പിന്നിൽ? മാർക്ക് സക്കർബർഗിന്റെ കമ്പനിക്ക് ഇനി ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഏതൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും? വിശദമായിട്ട് പരിശോധിക്കാം. സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. യുഎസിലെ ന്യൂ മെക്സിക്കോ സ്റ്റേറ്റ് കോടതിയിലാണ് ഈ ചരിത്രപരമായ വിധി വന്നത്. ന്യൂ മെക്സിക്കോ അറ്റോർണി ജനറൽ റോൾ തെറസ് മെറ്റയ്ക്കെതിരെ നൽകിയ കേസിന്റെ രണ്ടാം ഘട്ടത്തിലാണിത്. നേരത്തെ, അതായത് 2026 മാർച്ച് മാസത്തിൽ നടന്ന ഒന്നാം ഘട്ട വിചാരണയിൽ കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ നൽകിയതിന് മെറ്റയ്ക്ക് $375 മില്യൺ പിഴ ചുമത്തിയിരുന്നു. ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ മെറ്റയുടെ പ്ലാറ്റ്ഫോമുകൾ ഒരു പബ്ലിക് ന്യൂയിസൻസ്, അതായത് പൊതുജനങ്ങൾക്ക് ഭീഷണിയാണ് എന്ന് കോടതി കണ്ടെത്തി. ഇതോടെ ഈ ഒരൊറ്റ കേസിൽ മാത്രം മെറ്റ നൽകേണ്ടി വരുന്ന തുക $942 മില്യൺ ആയിട്ട് മാറിയിരിക്കുകയാണ്. $567 മില്യൺ പിഴ അടയ്ക്കാൻ ഉത്തരവിട്ട കോടതി ആ പണം എന്തിനൊക്കെ ഉപയോഗിക്കണമെന്നും വ്യക്തമായിട്ട് തരം തിരിച്ചു നൽകിയിട്ടുണ്ട്. ഇതിൽ $420 മില്യൺ സോഷ്യൽ മീഡിയ അഡിക്ഷനും ഡിപ്രഷനും ഇരയായ കുട്ടികളുടെ സൈക്യാട്രിക് ചികിത്സയ്ക്കും കൗൺസിലിംഗിനുമായിട്ട് മാറ്റിവെക്കണം. ബാക്കി വരുന്ന തുക അടുത്ത 5 വർഷത്തേക്ക് കുട്ടികൾക്കിടയിലെ ബോധവൽക്കരണ പരിപാടികൾക്കും പ്രിവെൻഷൻ പ്രോഗ്രാമുകൾക്കുമായിട്ട് ചെലവഴിക്കണം. കോടതി നിരീക്ഷിച്ചത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. കുട്ടികളെ മണിക്കൂറുകളോളം സ്ക്രീനിൽ തളച്ചിടാൻ തക്ക വിധമുള്ള ആൽഗരിതങ്ങൾ മെറ്റ മനഃപൂർവ്വം ഡിസൈൻ ചെയ്തു എന്നാണ് അറ്റോർണി ജനറൽ തെളിയിച്ചത്. പണം ഈടാക്കിയത് കൂടാതെ മെറ്റയുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും വൻ മാറ്റങ്ങൾ വരുത്താൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഒന്ന്, മന്ത്ലി ലിമിറ്റ്സ് ഫോർ ടീനേജേഴ്സ്. കൗമാരക്കാരായ ഉപയോക്താക്കൾക്ക് പ്രതിമാസ ഉപയോഗ പരിധി നിർബന്ധമാക്കുക. 2, നോട്ടിഫിക്കേഷൻ റെസ്ട്രിക്ഷൻസ്. കുട്ടികളെ നിരന്തരം ഫോണിലേക്ക് വലിച്ചിടുന്ന രാത്രികാല നോട്ടിഫിക്കേഷൻസിന് നിയന്ത്രണം. ഇനി മൂന്നാമത്തേത്, അഡൾട്ട് മൈനർ കോൺടാക്ട് റെസ്ട്രിക്ഷൻസ്. അപരിചിതരായ മുതിർന്നവർ കുട്ടികൾക്ക് മെസ്സേജ് അയക്കുന്നതിന് കടുപ്പമേറിയ തടസ്സങ്ങൾ. ഇനി സേഫ് ഗാർഡ്സ് ഫോർ AI ചാറ്റ്ബോട്ട്സ്. AI ചാറ്റ്ബോട്ടുകൾ കുട്ടികളുമായി നടത്തുന്ന സംഭാഷണങ്ങളിൽ സുരക്ഷാ കവചം ഉറപ്പാക്കുക. വിചിത്രമായ മറ്റൊരു കാര്യം, 13 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഏജ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കാൻ കോടതി ഉത്തരവിട്ടിട്ടില്ല. അമേരിക്കൻ ഫെഡറൽ പ്രൈവസി നിയമമായ COPPA അനുസരിച്ച് കുട്ടികളുടെ പേഴ്സണൽ ഡേറ്റ ശേഖരിക്കുന്നത് വിലക്കുന്നതിനാലാണ് ഈ ഒരു ഇളവ്. ഇതിന് പകരം AI അധിഷ്ഠിത ഏജ് പ്രഡിക്ഷൻ ടൂൾസ് വികസിപ്പിക്കാനാണ് ഉത്തരവ്. ഈ വിധിയോട് മെറ്റ പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ വിധിയിൽ തങ്ങൾക്ക് വിയോജിപ്പുണ്ട് എന്നും ഇതിനെതിരെ അപ്പീൽ പോകുമെന്നും മെറ്റ വ്യക്തമാക്കിയിട്ടുണ്ട്. ടീനേജേഴ്സിന്റെ സുരക്ഷയ്ക്കായിട്ട് ഞങ്ങൾ ധാരാളം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. തെറ്റായ വസ്തുതകൾക്കെതിരെ ഞങ്ങൾ കോടതിയിൽ പോരാടുമെന്നാണ് മെറ്റയുടെ ഔദ്യോഗിക വക്താവ് പറഞ്ഞത്. എന്നാൽ കാര്യങ്ങൾ ഇവിടെ തീരുന്നില്ല. കാലിഫോർണിയയിലും ലോസ് ആഞ്ചലസിലുമായിട്ട് 30ഓളം അമേരിക്കൻ സ്റ്റേറ്റുകൾ നൽകിയ കേസുകളുടെ വിചാരണ ഉടൻ ആരംഭിക്കുകയാണ്. സിഗരറ്റും മദ്യവും പോലെയോ അല്ലെങ്കിൽ തകരാറുള്ള കാറുകൾ പോലെയോ ഒരു ഫോൾട്ടി പ്രോഡക്റ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയെ കാണാൻ കോടതികൾ തയ്യാറാകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു വിധി. ചുരുക്കത്തിൽ, ബിസിനസ് ലാഭത്തിന് വേണ്ടി നമ്മുടെ കുട്ടികളുടെ മാനസികാരോഗ്യം പണയം വെക്കുന്ന സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് ഇതൊരു വൻ മുന്നറിയിപ്പാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.